ഹലോ ഫ്രണ്ട്സ്, ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിലക്കടല അഥവാ കപ്പലണ്ടിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ്. ഹൃദയാരോഗ്യത്തിന് സഹായിക്കുന്ന മോണോസാച്ചുറേറ്റഡ്, പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ നിലക്കടയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും ഇവ സഹായിക്കും. നിലക്കടലയിലെ ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. ശരീരഭാരം കുറയ്ക്കുന്നു. നിലക്കടല കഴിക്കുന്നത് വഴി കുറെ നേരത്തേക്ക് വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കുന്നു. നിലക്കടലയിലെ നാരുകളും പ്രോട്ടീനുകളുമാണ് ഇതിന് സഹായിക്കുന്നത്. ഇതുമൂലം കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് തടയുന്നു. ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്താനും അമിതവണ്ണം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ചർമ്മത്തിന് ചുളിവുകൾ പോലെയുള്ള വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ, നിറവ്യത്യാസം, ഇലാസ്തികത കുറയൽ എന്നിവ അകറ്റാൻ നിലക്കടല കഴിക്കുന്നത് നല്ലതാണ്. നിലക്കടലയിൽ കൊളാജൻ ഉൽപാദനത്തിന് ആവശ്യമായ വൈറ്റമിൻ സി ഗണ്യമായ അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിന് ഉറപ്പും ചെറുപ്പവും മൃദുത്വവും നിലനിർത്താൻ സഹായിക്കുന്നു. തലച്ചോറിന്റെ ആരോഗ്യത്തിന് നിലക്കടലയിൽ നിയാസിൻ, ഫോളേറ്റ് തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഗുണകരമാണ്. നിയാസിൻ പ്രത്യേകിച്ച് വൈജ്ഞാനിക പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഉൽപാദനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. അൾഷിമസ് വരാനുള്ള സാധ്യത കുറയ്ക്കാനും നിലക്കടല നല്ലതാണ്. ദഹനത്തെ സഹായിക്കുന്നു. ആരോഗ്യകരമായ ദഹന വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്ന ഭക്ഷണ നാരുകളുടെ നല്ലൊരു ഉറവിടമാണ് നിലക്കടല. മതിയായ നാരുകൾ കഴിക്കുന്നത് മലബന്ധം തടയുകയും മൊത്തത്തിലുള്ള കുടലിന്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. അസ്ഥികളുടെ ആരോഗ്യത്തിന് നിലക്കടലയിൽ മഗ്നീഷ്യം, ഫോസ്ഫറസ്, കാൽഷ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട്. എല്ലുകൾക്ക് ബലവും ആരോഗ്യം നിലനിർത്താൻ ഈ ധാതുക്കൾ അത്യാവശ്യമാണ്. നിലക്കടല പതിവായി കഴിക്കുന്നത് അസ്ഥികളുടെ സാന്ദ്രത വർദ്ധിപ്പിക്കുകയും ഓസ്റ്റിയോപൊറോസിസ് സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ക്യാൻസറിനെ തടയുന്നു. പോളിഫിനോളിക് ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ് നിലക്കടല. ആമാശയ ക്യാൻസർ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാൻ നിലക്കടല സഹായിക്കും. കൂടാതെ ഇത് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയാനും വൻകുടൽ ക്യാൻസർ സാധ്യത കുറയ്ക്കാനും സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഗർഭിണികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ലഘുഭക്ഷണമാണ് നിലക്കടല. ഇതിൽ ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഗർഭാവസ്ഥയിൽ നിലക്കടല കഴിക്കുന്ന സ്ത്രീകൾക്ക് ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങളുള്ള കുഞ്ഞ് ജനിക്കാനുള്ള സാധ്യത 70% കുറവാണെന്ന് വിവിധ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കുഞ്ഞിന് അലർജി വരാനുള്ള സാധ്യത കുറയ്ക്കാൻ ഇത് സഹായിക്കും. മുടിയുടെ ആരോഗ്യത്തിന് നിലക്കടലയുടെ മറ്റൊരു ഗുണം മുടി കൊഴിച്ചിൽ തടയാൻ സഹായിക്കുന്നു എന്നതാണ്. ഇതിലെ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ മുടിയെ പോഷിപ്പിക്കുകയും തിളക്കം നൽകുകയും ചെയ്യുന്നു. കൂടാതെ നിലക്കടല കഴിക്കുന്നത് തലയോട്ടിയുടെ ആരോഗ്യം ഗണ്യമായി മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. കണ്ണുകളുടെ ആരോഗ്യത്തിന് നല്ല കാഴ്ച നിലനിർത്തുന്നതിന് ഭക്ഷണക്രമത്തിൽ ശരിയായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. നിലക്കടല നല്ല കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. നിലക്കടലയിൽ സിങ്ക് അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തെ വൈറ്റമിൻ എ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. നല്ല കണ്ണുകളുടെ ആരോഗ്യം നിലനിർത്താൻ വൈറ്റമിൻ എ നിർണായകമാണ്. ഷുഗർ നിയന്ത്രിക്കുന്ന പ്രമേഹ രോഗികൾക്ക് ലഘുഭക്ഷണമായി കഴിക്കാവുന്ന ഒന്നാണ് നിലക്കടല. കാരണം ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നില്ല. മാത്രമല്ല നിലക്കടലയിലെ മഗ്നീഷ്യം ഉള്ളടക്കം ഇൻസുലിൻ പ്രതികരണത്തെ മെച്ചപ്പെടുത്തുന്നു. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മെച്ചപ്പെടുത്താൻ സഹായിക്കും. അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് നിലക്കടല കഴിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത്. എന്നാൽ മിതമായ അളവിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. അധികമായി കഴിക്കുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. അപ്പോൾ എല്ലാവർക്കും നിലക്കടലയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.